ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പം ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ്. സോ പ്രോട്ടീൻസ് രണ്ട് തരത്തിലുണ്ട്, ഫൈബ്രസ് വേഴ്സസ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. സോ അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഹാവ് കോമ്പാക്ട് പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് ദിസ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ soluble in water or in lipid bilayers, and the secondary structure is complex with a mixture of alpha helix, beta sheet and loop structure. Then globular proteins, the quaternary structure is held together by non-covalent bond, and globular proteins function in all aspects of metabolism, that is enzymes, transport, immune protection, hormones. ഈ എല്ലാ ഫങ്ഷൻസിനെയും മെറ്റബോളിസത്തിലും ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഇൻവോൾവ് ആണ്. ദെൻ നമ്മൾ ഫൈബ്രസ് പ്രോട്ടീൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ദിസ് ഫൈബ്രസ് പ്രോട്ടീൻസ് ഹാവ് എക്സ്റ്റെൻഡഡ് പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് ദീസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ, ആൻഡ് ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻസ് ആർ സിമ്പിൾ ബേസ്ഡ് ഓൺ വൺ ടൈപ്പ് ഓൺലി. ആൻഡ് അതായത് മൂന്ന് സ്ട്രക്ചർ വരുന്നില്ലേ, അതായത് ആൽഫ ഹെലിക്സ്, ബീറ്റ ഷീറ്റ് ആൻഡ് ലൂപ്പ് സ്ട്രക്ചറൊക്കെ ഗ്ലോബുലാർ പ്രോട്ടീൻ്റെ കേസിൽ വരുന്നുണ്ട്. പക്ഷേ ഫൈബ്രസ് പ്രോട്ടീൻ്റെ കേസിൽ സെക്കൻഡറി സ്ട്രക്ചർ ഏതെങ്കിലും ഒരു ടൈപ്പ് മാത്രമായിരിക്കും. Either it is alpha or it is beta or it is loop structure. And in the case of fibrous proteins, the quaternary structure is usually held together by covalent bridges, and in this fibrous protein functions in structure of the body or cells, that is tendons, bones, muscles, ligaments, hair, skin. അവിടെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഫൈബ്രസ് പ്രോട്ടീൻസിനെ കാണാൻ പറ്റുന്നത്. എവിടെയൊക്കെയാണ് ബോൺസിൽ, മസിൽസിൽ, ലിഗമെൻസിൽ, ഹെയർസ്, സ്കിൻ, അവിടെയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഫൈബ്രസ് പ്രോട്ടീൻസ് വരുന്നത്. Then classification of proteins, നമ്മൾ പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഫസ്റ്റ് വി ഹാവ് ദ സിമ്പിൾ പ്രോട്ടീൻസ്, ദാറ്റ് ഈസ് സിമ്പിൾ പ്രോട്ടീൻസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ഓൺലി അമിനോ ആസിഡ്സ്. സിമ്പിൾ പ്രോട്ടീൻസിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അമിനോ ആസിഡാണ് കിട്ടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ആൽബുമിനോയിഡ്സ്. Albumin and globulins are examples of simple protein, and this albumin and globulin is present in egg, milk and blood, and they are proteins of high biological value, that is they contain all essential amino acids and are easily digested. So നമ്മൾ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. പ്രോട്ടീൻസിനെ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. സോ ഫസ്റ്റ് വി ഹാവ് ദ സിമ്പിൾ പ്രോട്ടീൻസ്. സിമ്പിൾ പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ പ്രോട്ടീൻസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ഓൺലി അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ് മാത്രമാണ് നമുക്ക് ഹൈഡ്രോലൈസ് ചെയ്യുമ്പം കിട്ടുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സിമ്പിൾ പ്രോട്ടീന് ആൽബുമിൻസ് ആൻഡ് ഗ്ലോബുലിൻസ്. ആൻഡ് ദിസ് ആൽബുമിൻസ് ആൻഡ് ഗ്ലോബുലിൻസ് ആർ present in egg, milk and blood. And these albumins and globulins are proteins of high biological value, that is they contain all essential amino acids and are easily digested. Then types of globulin: alpha 1 globulin, that is antitrypsin. Then alpha 2 globulin, that is ഹെപ്റ്റോഗ്ലോബിൻ, ദറ്റ് ഈസ് പ്രോട്ടീൻസ്. ആൽഫ 2 ഗ്ലോബുലിൻ്റെ പ്രത്യേകത, ഇതിനൊരു എക്സാമ്പിളാണ് ഹെപ്റ്റോഗ്ലോബിൻ. അതിൻ്റെ പ്രത്യേകത, പ്രോട്ടീൻസ് ദാറ്റ് ബൈൻഡ്സ് ഹീമോഗ്ലോബിൻ ടു പ്രിവെൻറ്റ് ഇറ്റ്സ് എക്സ്ക്രീഷൻ ബൈ ദ കിഡ്നി. അപ്പോൾ ഈ പ്രോട്ടീൻസ് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്ത് നിർത്തും. എന്തിനു വേണ്ടിയിട്ട്? അത് കിഡ്നിയിലൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാണ്ടിരിക്കാൻ. ദെൻ ബീറ്റാ ഗ്ലോബുലിൻ്റെ ഒരു എക്സാമ്പിളാണ് ട്രാൻസ്ഫെറിൻ, പ്രോട്ടീൻസ് ദാറ്റ് ട്രാൻസ്പോർട്ട് അയൺ. അപ്പം ട്രാൻസ്ഫറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ അയൺ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയെല്ലാം അയൺ എത്തിച്ചു കൊടുക്കലാണ് ബീറ്റാ ഗ്ലോബുലിനായിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ ഫങ്ഷൻ. ദെൻ ഗാമ ഗ്ലോബുലിൻസ്, ദാറ്റ് ആർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഓർ ആൻറ്റിബോഡീസ്, ആൻഡ് ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ഇമ്മ്യൂണിറ്റിക്ക് കാരണമായിട്ട് ഉള്ളത് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ എ ടൈപ്പ് ഓഫ് ഗാമ ഗ്ലോബുലിൻസ്. അപ്പോൾ 4 തരത്തിലുണ്ട്: ആൽഫ 1, ആൽഫ 2, ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബുലിൻ. ദെൻ നെക്സ്റ്റ് ഗ്ലോബിൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോൺസ്, അതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ പ്രോട്ടീൻസ്. ദേ ആർ ബേസിക് പ്രോട്ടീൻസ് റിച്ച് ഇൻ അമിനോ ആസിഡ്.
അപ്പോൾ അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള ബേസിക് പ്രോട്ടീൻസ് ആണ് ഗ്ലോബിൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോൺസ്. ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ഫസ്റ്റ് കമ്പൈൻഡ് വിത്ത് DNA ആയിട്ട് കമ്പൈൻ ചെയ്ത് കാണാം. അതുപോലെ തന്നെ കമ്പൈൻഡ് വിത്ത് ഹീം ടു ഫോം ഹീമോഗ്ലോബിൻ ഓഫ് RBCs. അതായത് ഇത് ഹീമിനോട് കമ്പൈൻ ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. അതായത് RBCയിലുള്ള ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ദെൻ gliadins are proteins present in cereals. Gliadins simple proteins in example ആണ്. അതുപോലെ തന്നെ scleroproteins, they are structural proteins that are not digested, and they include keratin, collagen and elastin. ദെൻ അതിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് ആൽഫ കെരാറ്റിൻ. ആൽഫ കെരാറ്റിൻ ഈസ് എ പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ഹെയർ, നെയിൽ, ഇനാമൽ ഓഫ് ടീത്ത് ആൻഡ് ഔട്ടർ ലെയർ ഓഫ് സ്കിൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൽഫ ഹെലിക്കൽ പോളിപെപ്റ്റൈഡ് ചെയിൻ റിച്ച് ഇൻ സിസ്റ്റീൻ ആൻഡ് ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ്. സോ ഇറ്റ് ഈസ് വാട്ടർ ഇൻസോലബിൾ. അതിൻ്റെ സ്ട്രക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ സ്ക്ലീറോ പ്രോട്ടീൻസിന് വേറൊരു എക്സാമ്പിളാണ് കൊളാജൻ. കൊളാജൻ ഈസ് എ പ്രോട്ടീൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഫൗണ്ട് in bone, teeth, cartilage, tendons, skin and blood vessels. Then next, collagen may be present as a gel, example in extracellular matrix or in vitreous humor of the eye. Then collagens are the most important proteins in mammal, and they form about 30% of the total body proteins, and they are more than 20 types of collagen. The most common type is collagen 1, which constitute about 90% of the cell collagen. Then structure of collagen: 3 helical polypeptide chains twister around each other forming a triplet helix ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ട്വിസ്റ്റ് ചെയ്ത് ഒരു ട്രിപ്പിൾ ഹെലിക്സ് ആയിട്ടാണ് കൊളാജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്, 3 കളർ കാണിച്ചിട്ടുണ്ട്. ദെൻ 1/3 ദ സ്ട്രക്ചർ ഈസ് ഗ്ലൈസിൻ. അതായത് 1/3 സ്ട്രക്ചറിൽ ഗ്ലൈസിൻ ഉണ്ട്, 10% പ്രോലിൻ ആൻഡ് 10% ഹൈഡ്രോക്സി പ്രോലിൻ ആൻഡ് 1% ഹൈഡ്രോക്സി ലൈസിൻ. And glycine is found in every third portion of the chain, and the repeating sequence is glycine XY, where X is frequently proline and Y is often hydroxyproline and can be hydroxylysine. അപ്പം എക്സ് എന്ന് പറയുന്നത് പ്രോലിൻ ആണ്, വൈ എന്ന് പറയുന്നത് ഹൈഡ്രോക്സിപ്രോലിൻ ആകാം അല്ലെങ്കിൽ ഹൈഡ്രോക്സിലൈസിൻ ആകാം. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ഈസ് ട്രിപ്ലെറ്റ് ഹെലിക്സ് സ്ട്രക്ചറാണ് കൊളാജന് വരുന്നത്. Then solubility: collagen is insoluble in all solvents and is not digested. When collagen is heated with water or with dilute HCl, it will be converted into a gelatin which is insoluble, digestible and used as diet as jelly. Gelatin is classified as a derived protein. Then some collagen diseases. First one വരുന്നത് സ്കർവി ആണ്. So disease due to deficiency of vitamin C, which is an important coenzyme for the conversion of proline into hydroxyproline and lysine into hydroxylysine. So the synthesis of collagen is decreased, leading to abnormal bone development, bleeding, losing of teeth and swollen gum. Then അടുത്തത് osteogenesis imperfecta, inherited disease ആണ്, resulting from the genetic deficiency or mutation in gene that synthesize collagen type 1, leading to abnormal bone formation in babies and frequent bone fracture in children. It may be fatigue. ഇതാണ് കൊളാജൻ ഡിസീസസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോട്ടീനാണ് ഇലാസ്റ്റിൻ. നമ്മൾ 3 പഠിച്ചു, ആൽബുമിൻസ്, കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. അതിൽ നെക്സ്റ്റ് വരുന്നതാണ് ഇലാസ്റ്റിൻ. സോ പ്രസൻറ്റ് ഇൻ വാൾസ് ഓഫ് ലാർജ് ബ്ലഡ് വെസൽസ് സച്ച് ആസ് അയോട്ട, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലങ്സ്, ഇലാസ്റ്റിക് ലിഗമെൻറ്റ്സ്, സ്കിൻ, കാർട്ടിലേജ് എക്സെട്ര. ഇറ്റ് ഈസ് ആൻ ഇലാസ്റ്റിക് ഫൈബർ ദാറ്റ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ടു സെവറൽ ടൈംസ് ആസ് ഇറ്റ്സ് നോർമൽ ലെങ്ത്. ഇതാണ് ഇലാസ്റ്റിൻ. ആ ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ കിട്ടിയിരിക്കുന്നത്. ഇലാസ്റ്റിൻ ഈസ് ഓൾസോ എ സിമ്പിൾ പ്രോട്ടീൻ. ദെൻ സ്ട്രക്ചർ:
It is composed of 4 polypeptide chain. നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഇത് എന്തായിരുന്നു നമ്മുടെ കൊളാജൻ ഈസ് എ ട്രിപ്ലറ്റ് ഹെലിക്സ്. അതേസമയം ദിസ് ഇസ് എ ടെട്രമർ. എലാസ്റ്റിൻ ഈസ് എ ടെട്രമർ composed of 4 polypeptide chain similar to collagen, being having 33% glycine and rich in proline, but in that it has low hydroxyproline and hydroxylysine is absent. And then next ഒരു ഡിസീസാണ് വരുന്നത് emphysema. It is a chronic obstructive lung disease resulting from the deficiency of alpha-1 antitrypsin, particularly in cigarette smokersൽ വരുന്നതാണ്. അത് alpha-1 antitrypsinൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. സോ റോൾ ഓഫ് alpha-1 antitrypsin. സോ ഇലാസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു ലങ് പ്രോട്ടീനാണ്. അപ്പോൾ സ്മോക്ക് സ്റ്റിമുലേറ്റ് ദ എൻസൈം കോൾഡ് ഇലാസ്റ്റേസ് ടു ബി സെക്രീറ്റഡ് ഫ്രം ദ ന്യൂട്രോഫിൽസ് ഇൻ ലങ്സ് ആൻഡ് ദിസ് ഇലാസ്റ്റേസ് കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇലാസ്റ്റിൻ ഓഫ് ലങ്സ്. അപ്പോൾ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു ലങ് പ്രോട്ടീനാണ്. അപ്പം സ്മോക്കിലുള്ള ഇലാസ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ദാറ്റ് സെക്രീറ്റഡ് ഫ്രം സ്മോക്ക് സ്റ്റിമുലേറ്റ്, അതായത് നമ്മൾ പുകവലിക്കുമ്പോൾ ദാറ്റ് സ്റ്റിമുലേറ്റ് എന്തിനാണ് ന്യൂട്രോഫിൽസിനെ ഇലാസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം സെക്രീറ്റ് ചെയ്യാനായിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇലാസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ദാറ്റ് കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇലാസ്റ്റിൻ പ്രസൻറ്റ് ഇൻ ലങ്സ്. അങ്ങനെയാണ് എന്ത് വരുന്നത്, എംഫിസിമ വരുന്നത്. Then next we have this alpha-1 antitrypsin that is an enzyme secreted from liver and inhibit elastase and prevent destruction of elastin. അപ്പോൾ ഈ alpha-1 antitrypsin എന്ന് പറയുന്നത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ദിസ് എൻസൈം ഇൻഹിബിറ്റ് ഇത് ഇലാസ്റ്റിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണമാകുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ ഡെഫിഷ്യൻസി ഓഫ് alpha-1 antitrypsin especially in smokers leads to the degradation of lungs and destruction of lungs, and this cause the loss of elasticity of lungs and this cause a disease called emphysema. അപ്പം ഈ ആൻറ്റിട്രിപ്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ലങ്സിലുള്ള ഇലാസ്റ്റേസ് സിഗരറ്റ് സ്മോക്കേഴ്സിലാണ് പ്രത്യേകിച്ച് വരുന്നത്. അപ്പോൾ ആംഫിട്രിപ്സിൻ alpha-1 ആൻറ്റിട്രിപ്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഇലാസ്റ്റേസ് ലങ്സിലുള്ള ഇലാസ്റ്റിൻ്റെ ഡിസ്ട്രക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ലങ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന ആ ഡിസീസിനെയാണ് എംഫിസിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സിമ്പിൾ പ്രോട്ടീൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ. സോ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ പ്രോട്ടീൻ ഓൺ ഹൈഡ്രോളിസിസ് വി ഗെറ്റ് അമിനോ ആസിഡ്സ് ഓൺലി. അതേസമയം കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. അപ്പോൾ ഒരു പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും തരും. ആൻഡ് ക്യാൻ ബി സബ് ക്ലാസിഫൈഡ് ഇൻ ടു കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസിനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് phosphoproteins and these are proteins conjugated with a phosphate group. അപ്പം ഇതിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ പ്രസൻ്റ് ആണ്. പ്രോട്ടീൻസിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ പ്രസൻ്റ് ആണ്. ഫോസ്ഫറസ് ഈസ് അറ്റാച്ച്ഡ് ടു OH ഗ്രൂപ്പ് ഓഫ് സെറിൻ. OH എന്നുള്ളതിൽ OH രണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഫോസ്ഫറസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് സെറിൻ ഓർ ട്രയോനൈൻ. സെറിനും ട്രയോനൈനും എന്ന് പറഞ്ഞാൽ രണ്ടും അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെറിൻ അല്ലെങ്കിൽ ട്രയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ OH ഗ്രൂപ്പിനോടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ ആയിട്ടുള്ള ഫോസ്ഫോ പ്രോട്ടീൻ എക്സാമ്പിളാണ് സീസിൻ ഓഫ് മിൽക്ക് ആൻഡ് വൈറ്റലിൻ ഓഫ് യോക്ക്. യോക്ക് എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ യെല്ലോ ആണ് യോക്ക് എന്ന് പറയുന്നത്. സോ സീസിൻ, മിൽക്കിലുള്ള സീസിൻ എന്ന് പറയുന്ന പ്രോട്ടീനിലും യോക്കിലുള്ള വൈറ്റലിൻ എന്ന് പറയുന്ന പ്രോട്ടീനിലും ഫോസ്ഫോ പ്രോട്ടീൻസ് പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ലിപ്പോപ്രോട്ടീൻസ്. ദീസ് ആർ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസ് കോഞ്ചുഗേറ്റഡ് വിത്ത് ലിപ്പിഡ്സ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് ലിപ്പിഡ്സ് ടു ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ് ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് എൻറ്റർ ഇൻ സെൽ മെംബ്രെയിൻ
structure helping lipid soluble substances to pass through the membrane. അപ്പോൾ ലിപ്പോപ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ ലിപ്പോപ്രോട്ടീൻ്റെ കേസിൽ പ്രോട്ടീനോട് അറ്റാച്ച് ചെയ്ത് ലിപ്പിഡ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡിൽ ലിപ്പിഡ് ട്രാൻസ്പോർട്ട്. സെക്കൻഡ് വൺ ലിപ്പോപ്രോട്ടീൻ എൻറ്റർ ഇൻ സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ. അപ്പോൾ സെൽ മെംബ്രെയിൻ സ്ട്രക്ചറിൽ ലിപ്പോപ്രോട്ടീൻസ് ഉണ്ടാകും. അതെന്തിന് ഹെൽപ്പ് ചെയ്യും? ഹെൽപ്പിംഗ് ലിപ്പിഡ് സോലുബിൾ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ ലിപ്പിഡ് സോലുബിൾ സബ്സ്റ്റൻസ് സെൽ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ദിസ് ലിപ്പോപ്രോട്ടീൻസ് ആണ്. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഹിയർ പ്രോട്ടീൻസ് കോൺജുഗേറ്റഡ് വിത്ത് ഷുഗർ ഓർ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഇവിടെ പ്രോട്ടീൻസിനോട് അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടാകും? ഷുഗർ ഉണ്ടാകും. അതിന് എക്സാമ്പിളാണ് മ്യൂസിൻ. അപ്പം സം ഹോർമോൺസ് സച്ച് ആസ് എറിത്രോപോയിറ്റിൻ പ്രസൻറ്റ് ആൻഡ് ദീസ് ആർ പ്രസൻറ്റ് ഇൻ സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഗ്ലൈക്കോപ്രോട്ടീൻസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ന്യൂക്ലിയോപ്രോട്ടീൻസ്. ന്യൂക്ലിയോപ്രോട്ടീൻ്റെ കേസിൽ ദീസ് ആർ ബേസിക് പ്രോട്ടീൻസ്. എക്സാമ്പിൾ ഹിസ്റ്റോൺസ് കോൺജുഗേറ്റഡ് വിത്ത് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയോപ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ DNA ആൻഡ് RNA. അപ്പോൾ ന്യൂക്ലിയോപ്രോട്ടീൻസിന് എക്സാമ്പിളാണ് ക്രോമസോംസ്. Chromosomes are proteins conjugated with DNA, and second example ആണ് ribosomes, and these are proteins conjugated with RNA. അപ്പോൾ നമ്മുടെ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ഓൺ ഹൈഡ്രോളിസിസ് വി ഗെറ്റ് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. അപ്പം അതിനെ നമ്മൾ മൂന്നായിട്ട് നോൺ പ്രോട്ടീൻ പാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ വി ഹാവ് ദ ഫോസ്ഫോപ്രോട്ടീൻ, സെക്കൻഡ് വൺ വി ഹാവ് ദ ലിപ്പോപ്രോട്ടീൻ, തേർഡ് വൺ ഗ്ലൈക്കോപ്രോട്ടീൻ, ഫോർത്ത് വൺ ഇസ് ന്യൂക്ലിയോപ്രോട്ടീൻസ്. Then again classification വരുന്നുണ്ട് metalloproteins. So these are proteins conjugated with the metals like iron, copper, zinc, etc. First we have the iron containing proteins ആണ് വരുന്നത്. Iron may be present in heme such as in hemoglobin, myoglobin, cytochromes, catalase, peroxidase, tryptophan, pyrrolase. ഇതിലെല്ലാം തന്നെ iron containing proteins present ആണ്. Iron may be present in free stateൽ present ആണ്. Example ferritin, the main store of iron in the body. Ferritin is present in liver, spleen and bone marrow. അതുപോലെ തന്നെ hemosiderin, another iron storage protein ആണ്. Then transferrin, that is the iron carrier protein in plasma. So അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റാലോപ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ഉണ്ട്. സോ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻസിൽ വരുന്നതാണ് സെറുലോപ്ലാസ്മിൻ. സെറുലോപ്ലാസ്മിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഓക്സിഡൈസസ് ഫെറസ് അയോൺ ഇൻ ടു ഫെറിക് അയോൺ ആൻഡ് ഓൾസോ ഓക്സിഡൈസ് എൻസൈംസ് സച്ച് ആസ് സൈറ്റോക്രോം ഓക്സിഡൈസ്. ദെൻ സിങ്ക് കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അയൺ കണ്ടെയ്നിങ് കണ്ടു. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ, തേർഡ് വൺ ഇസ് സിങ്ക് കണ്ടെയ്നിങ് പ്രോട്ടീൻ. അതിന് എക്സാമ്പിളാണ് ഇൻസുലിൻ and carbonic anhydrase. Another category is magnesium containing protein. അതിന് എക്സാമ്പിൾ ആണ് കൈനേസസ് ആൻഡ് ഫോസ്ഫറ്റേസസ്. ദെൻ സിക്സ്ത് ക്ലാസിഫിക്കേഷൻ ആണ് ക്രോമോപ്രോട്ടീൻ. അപ്പോൾ കോൺജുഗേറ്റഡ് പ്രോട്ടീനെ 6ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 6ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ക്രോമോപ്രോട്ടീൻ. ദീസ് ആർ പ്രോട്ടീൻസ് കോൺജുഗേറ്റഡ് വിത്ത് പിഗ്മെൻറ്റ്സ്, കളറിംഗ് പിഗ്മെൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഓൾ പ്രോട്ടീൻസ് കണ്ടെയ്നിങ് ഹീം ഗ്രൂപ്പുള്ള എല്ലാ പ്രോട്ടീൻസും ക്രോമോപ്രോട്ടീൻ എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എക്സെട്ര. അതുപോലെ തന്നെ മെലാനോ പ്രോട്ടീൻസ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രോട്ടീൻസ് ഓഫ് ഹെയർ ഓർ ഐറിസ് വിച്ച് കണ്ടെയ്ൻ മെലാനിൻ. സോ ഇതാണ് ക്രോമോപ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ ഡെറൈവ്ഡ് പ്രോട്ടീൻസിനെ 6ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോസ്ഫോപ്രോട്ടീൻസ്, ഗ്ലൈക്കോപ്രോട്ടീൻസ്, ന്യൂക്ലിയോപ്രോട്ടീൻസ്, ആൻഡ് ദെൻ ക്രോമോപ്രോട്ടീൻ. ഇപ്പം നമ്മൾ നെക്സ്റ്റ് കണ്ടത് ഏതായിരുന്നു? മെറ്റാലോപ്രോട്ടീൻസ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ 6ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഉണ്ട്. ദെൻ
third classification ആണ്, third main classification ആണ് derived proteins. So these derived proteins produced from hydrolysis of simple proteins. So derived proteins are proteins produced from the hydrolysis of simple protein. Example, gelatin. Gelatin is obtained from the hydrolysis of collagen. Then peptone is obtained from the hydrolysis of albumin. സോ അപ്പോൾ മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ, മെയിൻ ക്ലാസിഫിക്കേഷൻ മൂന്നായിട്ടാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. ആൻഡ് ദിസ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോസ്ഫോപ്രോട്ടീൻസ്, ലിപ്പോപ്രോട്ടീൻസ്, ഗ്ലൈക്കോപ്രോട്ടീൻസ്, ന്യൂക്ലിയോപ്രോട്ടീൻസ്, മെറ്റാലോപ്രോട്ടീൻസ് ആൻഡ് ക്രോമോപ്രോട്ടീൻസ് ആറ് ക്ലാസിഫിക്കേഷനാണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിൻ്റെ വരുന്നത്, ബേസ്ഡ് ഓൺ ദ നോൺ പ്രോട്ടീൻ പാർട്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് കാറ്റഗറി ഈസ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. ആൻഡ് ദിസ് ഡിറൈവ്ഡ് proteins are produced from simple proteins by hydrolysis. So classification important ആണ്, classification ചോദിക്കാറുള്ളതാണ്, നിങ്ങൾ പഠിച്ചു വരിക. Then classification by shape and solubility. പ്രോട്ടീൻസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്, ഷേപ്പ് ആൻഡ് സോലബിലിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുവാണ്. സോ ഷേപ്പ് ആൻഡ് സോലബിലിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുമ്പം ഫസ്റ്റ് വൺ വരുന്നത് ഫൈബ്രസ് പ്രോട്ടീൻസ് ആണ്. സോ ഫൈബ്രസ് പ്രോട്ടീൻസ്, ദീസ് ആർ പ്രോട്ടീൻസ് ഹാവ് റോഡ് ലൈക്ക് സ്ട്രക്ചർ, ദേ ആർ നോട്ട് സോലബിൾ ഇൻ വാട്ടർ. അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻസ് എന്നും ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പ്രോട്ടീൻസ് ഹാവ് rod-like structure and they are not soluble in water. And these are made up of polypeptide chain that are parallel to the axis and are held together by strong hydrogen and disulfide bond, and they can be stretched and contracted like a thread. ഇപ്പം എക്സാമ്പിൾ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമ്പിൾ വരുന്നത് കൊളാജൻ, കെരാറ്റിൻ, ഫൈബ്രിനോജിൻ ആൻഡ് മസിൽ പ്രോട്ടീൻ. Then second class വരുന്നതാണ് globular proteins. These are protein more or less spherical in nature and due to their distribution of amino acids they are very soluble in aqueous solution. അപ്പോൾ globular protein എന്ന് പറഞ്ഞാൽ spherical shape ആണ്, water soluble ആണ്. Example, myoglobin, albumin, globulin, casein, hemoglobin and all of the enzymes and protein hormones. Then classification by composition. കോമ്പസിഷൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. സിമ്പിൾ പ്രോട്ടീൻ നേരത്തെ കണ്ടതാണ് നമ്മൾ. സിമ്പിൾ പ്രോട്ടീൻസ് ആർ ദോസ് ഓൺ ഹൈഡ്രോളിസിസ് yield amino acids and no other major organic or inorganic hydrolysis product. സോ മെയിനായിട്ട് വരുന്നത് എഗ്ഗ്, സെറം, വീറ്റ്, റൈസ് എക്സെട്ര. Then conjugated proteins are those which on hydrolysis yield not only amino acid but also organic and inorganic components. നമ്മൾ നേരത്തെ കണ്ടു, phosphate, lipids, carbohydrate etc. So the non amino acid part of the conjugated protein is called a prosthetic group. അതായത് lipids, carbohydrate, phosphate, metals ഇതിനെല്ലാം തന്നെ നമ്മൾ prosthetic group എന്നാണ് പറയുന്നത്. Conjugated proteins are classified on the basis of the chemical nature of prosthetic group. നമ്മളത് കണ്ടു. ലിപ്പോപ്രോട്ടീൻ, ഗ്ലൈക്കോപ്രോട്ടീൻ, ഫോസ്ഫോപ്രോട്ടീൻ, ഹീമോപ്രോട്ടീൻ, ഫ്ലേവോപ്രോട്ടീൻ, മെറ്റാലോപ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിയോപ്രോട്ടീൻ. അതിൻ്റെ പ്രോസ്തറ്റിക് ഗ്രൂപ്പും എക്സാമ്പിൾസും നമ്മൾ കണ്ടതാണ്, നോക്കുക. ദെൻ കളർ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൻ്റെ കളർ റിയാക്ഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കളർ റിയാക്ഷൻസ്. സോ കളർ ടെസ്റ്റ് ഓർ ഫോർ എ പ്രോട്ടീൻ ടെസ്റ്റ്, a color test for a protein test for particular functional group or structural component present in a protein or in a particular amino acid found in protein. സോ കളർ ടെസ്റ്റുകളായിട്ട് വരുന്നത് ബയൂറേറ്റ് റിയാക്ഷൻ വരുന്നുണ്ട്. ദെൻ സാന്തോപ്രോട്ടിക് റിയാക്ഷൻ. സോ ഇൻ ദ കേസ് ഓഫ് സാന്തോപ്രോട്ടിക് റിയാക്ഷൻ ദ കളർ ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് ദ റിസൾട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് നൈട്രോ ഡെറിവേറ്റീവ്സ് ഓഫ് ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ ബെൻസീൻ റിങ്. ബെൻസീൻ റിങ് ഉള്ള പ്രോട്ടീൻസ് ആണ് മെയിനായിട്ട് നമുക്ക് സാന്തോപ്രോട്ടിക് ടെസ്റ്റ് തരുന്നത്. സോ ബെൻസീൻ റിങ് ഉള്ള പ്രോട്ടീൻസ്, ബെൻസീൻ റിങ് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് നൈട്രോ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സാന്തോപ്രോട്ടിക് റിയാക്ഷനിൽ നൈട്രോ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ നൈട്രോ ഡെറിവേറ്റീവ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ ആ റിയാക്ഷൻ വെച്ച് തിരിച്ചറിയുന്നത്. അതിന് എക്സാമ്പിളാണ് ടൈറോസിൻ. ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ പ്രോട്ടീൻസിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്
Xanthoprotic reaction ആണ്. Then Millen's reaction, the reaction serves as a test for the presence of tyrosine. Then sulfur reaction, the precipitate which is lead sulfide is formed as a result of decomposition of the cysteine by alkali. അപ്പോൾ ഈ precipitate സൾഫർ റിയാക്ഷനിൽ ഒരു precipitate ഉണ്ടാകും, ലെഡ് സൾഫൈഡിൻ്റെ precipitate ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് precipitate ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡീകമ്പോസിഷൻ ഓഫ് സിസ്റ്റീൻ ബൈ ആൽക്കലി. സിസ്റ്റീൻ അമിനോ ആസിഡിൻ്റെ ഡീകമ്പോസിഷൻ, സിസ്റ്റീൻ ഈസ് എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ ഡീകമ്പോസിഷൻ ആൽക്കലി യൂസ് ചെയ്യുമ്പം അമിനോ ആസിഡിൻ്റെ ഡീകമ്പോസിഷൻ നടന്ന് ലെഡ് സൾഫൈഡ് precipitate ചെയ്യും. സോ അത് വെച്ചിട്ടാണ് നമ്മൾ സൾഫർ റിയാക്ഷൻ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ ഹോപ്കിൻസ് കോൾഡ് റിയാക്ഷൻ. So here the color produced is due to the formation of a compound from the glycolic acid in the reagent and the tryptophan in the protein. അപ്പോൾ പ്രോട്ടീനിലുള്ള ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡും ഗ്ലൈക്കോളിക് ആസിഡ് റിയേജൻറ്റിലുള്ള ഹോപ്കിൻ കോൾ റിയാക്ഷനിലുള്ള ആ റിയേജൻറ്റിലുള്ള ഗ്ലൈക്കോളിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആണ് അവിടെ കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബയോറെറ്റ് ടെസ്റ്റാണ് വരുന്നത്. ബയോറെറ്റ് ടെസ്റ്റിൽ നമ്മൾ പ്രോട്ടീനും NaOH ഡയലൂട്ട് കോപ്പർ സൾഫേറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വയലറ്റ് കളറാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് ആണ് വരുന്നത്. ദെൻ സാന്തോപ്രോട്ടിക് റിയാക്ഷൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അമിനോ ആസിഡ് വിത്ത് ബെൻസീൻ റിങ് യെല്ലോ കളറാണ് തരുന്നത്. AA മീൻസ് അമിനോ ആസിഡ് വിത്ത് AA എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്. സോ അമിനോ ആസിഡ് ബെൻസീൻ റിങ് പ്രസൻ്റ് ആയിട്ടുള്ള ബെൻസീൻ റിങ് സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ് ഇത് തരുന്നത്. എക്സാമ്പിൾ പ്രോട്ടീൻസ് വിത്ത് ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ അതൊക്കെ നമുക്ക് തരുന്നത്, അതൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഈ ടെസ്റ്റ് തരുന്നത്. ദെൻ മില്ലൻസ് ടെസ്റ്റ്, മില്ലൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ മെർക്കുറിക് നൈട്രേറ്റ്, ടൈറോസിൻ അവിടെ റെഡ് കളറാണ് നമുക്ക് കിട്ടുന്നത്. ഫിനോളിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അമിനോ ആസിഡ് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ദെൻ സൾഫർ ടെസ്റ്റ്, സൾഫർ ടെസ്റ്റിൽ നമ്മൾ റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത് ലെഡ് അസറ്റേറ്റ് ഡിസോൾവ്ഡ് വിത്ത് NaOH. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോട്ടീൻസ് പ്രസൻ്റ് ആണെങ്കിൽ ഗ്രേ ഓർ ബ്ലാക്ക് precipitate കിട്ടും. ദാറ്റ് മീൻസ് ലെഡ് സൾഫൈഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡീകമ്പോസിഷൻ ഓഫ് ദ സിസ്റ്റീൻ ബൈ ആൽക്കലി. സിസ്റ്റീൻ ഈസ് ദ അമിനോ ആസിഡ് പ്രസൻറ്റ് ഇൻ ദ പ്രോട്ടീൻ. ദെൻ ഹോപ്കിൻസ് കോൾ ടെസ്റ്റ്, ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡും ഗ്ലയോക്സിലിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആണ്. അപ്പോൾ ട്രിപ്റ്റോഫാൻ പ്രസൻ്റ് ആയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് പ്രസൻ്റ് ആയിരിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഈ ടെസ്റ്റ് തരുന്നത്. ഒരു വയലറ്റ് റിംഗ് ആണ് തരുന്നത്. ദെൻ നിൻഹൈഡ്രിൻ ടെസ്റ്റ്, നമ്മുടെ റിയേജൻ്റ് നിൻഹൈഡ്രിൻ ആണ്. ഫ്രീ അമിനോ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്, ബ്ലൂ കളറാണ് കിട്ടുന്നത്. ആ ബ്ലൂ കളറിന് കാരണം ഫ്രീ അമിനോ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ കളർ റിയാക്ഷൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻസിൻ്റെ കളർ ടെസ്റ്റ്, പഠിച്ചു വയ്ക്കുക നന്നായിട്ട്. ദെൻ നെക്സ്റ്റ് പ്രോട്ടീൻ സ്ട്രക്ചറാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുള്ളതാണ് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ. സോ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചർ. 4 സ്ട്രക്ചറാണ് പ്രോട്ടീനിൻ്റെ, 4 ലെവൽസ് ഓഫ് സ്ട്രക്ചറാണ് പ്രോട്ടീൻ വരുന്നത്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട് ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചർ. So this is the primary structure. There are 4 levels of protein structure: primary, secondary, tertiary and quaternary. Primary structure എന്ന് പറഞ്ഞാൽ the primary structure of a protein is its sequence of amino acid. അപ്പോൾ primary structure ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതൊക്കെ അമിനോ ആസിഡ് സീക്വൻസ് ആണ് ആ പ്രോട്ടീനിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രൈമറി സ്ട്രക്ചർ കൊണ്ട് കിട്ടുന്നത്. ഇപ്പോൾ പ്രൈമറി സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ അമിനോ ആസിഡ് കമ്പൈൻ ചെയ്തിട്ടാണ് ആ പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. സോ ദ പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഈസ് ഇറ്റ്സ് യുണീക്ക് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. ഫോർ എക്സാമ്പിൾ ലൈസോസൈം എന്ന് പറഞ്ഞ ആൻ എൻസൈം ദാറ്റ് അറ്റാക്സ് ബാക്ടീരിയ കൺസിസ്റ്റ് ഓഫ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ ഓഫ് 129 അമിനോ ആസിഡ്. So the precise primary structure of a protein is determined by inherited genetic information. At one end is amino acid with a free amino group, that is N-terminal N, and the other end is amino acid with a free carboxylic group. ഇപ്പോൾ അമിനോ ആസിഡ് കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ ആ പ്രോട്ടീൻ്റെ ഒരെൻഡിൽ ഫ്രീ അമിനോ ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും, ഒരെൻഡിൽ ഫ്രീ കാർബോക്സിൽ ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് ദ യുണീക്ക് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് ഇറ്റ്സ് യുണീക്ക് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. സോ ദിസ് ഈസ് ദ പ്രൈമറി സ്ട്രക്ചർ.
So proteins are made up of L amino acid chains joined by SS linkages, and the sequence of amino acid is random, and a small variation of the sequence have great effect on its physical and chemical properties. Primary structure of a protein refers to the linear sequence of amino acid in the polypeptide chain, and the primary structure is held together by covalent bonds such as peptide bond, which are made during the process of protein biosynthesis. And the two end of polypeptide chain are, അപ്പോൾ ഒരു polypeptide chain അതായത് അമിനോ ആസിഡ് കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുക. അപ്പോൾ അമിനോ ആസിഡ് കമ്പൈൻ ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. അപ്പോൾ ആ പ്രോട്ടീൻസിനെ നമ്മൾ പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയും. സോ ഈ പോളിപെപ്റ്റൈഡിൻ്റെ ഒരു എൻഡ് കാർബോക്സിൽ ടെർമിനലാണ്, അടുത്ത എൻഡ് അമിനോ ടെർമിനലാണ്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഫ്രീ ഗ്രൂപ്പ്സ് ആൻഡ് എയ്തർ എൻഡ്. ആൻഡ് കൗണ്ടിങ് ഓഫ് റെസിഡ്യൂസ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എൻ ടെർമിനൽ, വിച്ച് ഈസ് ദ എൻ വെയർ ദ അമിനോ ഗ്രൂപ്പ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എൻ ടെർമിനൽ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. Then primary structure of a protein is determined by the gene corresponding to the protein. Then primary structure, it is the amino acid sequence of polypeptide chain linked by peptide bond. It is characteristic for every protein. All proteins have a N terminal, that is free amino end, and C terminal end with a free carboxyl group. Polypeptide chain sequence is written according to the sequence of amino acid residues from N terminal end to C terminal end of the amino protein. So this is the structure of a protein, primary structure of a protein. Then coming to the secondary structure. So in the case of secondary structure, that results from the hydrogen bond formation between the hydrogen of amino group of a peptide bond and the carbonyl oxygen of another peptide bond. According to hydrogen bonding, there are two main forms. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പോളിപെപ്റ്റൈഡിൻ്റെ ഹൈഡ്രജൻ ഓഫ് അമിനോ ഗ്രൂപ്പും സെക്കൻഡ് പോളിപെപ്റ്റൈഡിൻ്റെ കാർബണൈൽ ഓക്സിജൻ ഉള്ള ഓക്സിജനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാകുന്നത് പ്രോട്ടീൻ്റെ. സോ ബേസ്ഡ് ഓൺ ദിസ് ഹൈഡ്രജൻ ബോണ്ടിങ്, ദ സെക്കൻഡറി സ്ട്രക്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു രണ്ട് സെക്കൻഡറി സ്ട്രക്ചർ വരുന്നുണ്ട്, ആൽഫ ഹെലിക്സ് ആൻഡ് beta pleated structure. So alpha helix എന്ന് പറഞ്ഞാൽ it is a spiral structure resulting from hydrogen bonding between one peptide bond and the fourth one. അപ്പം ഈ ആൽഫ ഹെലിക്സ് ഉണ്ടാകുന്നത് പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഒരുപാട് പെപ്റ്റൈഡ് ബോണ്ട്സ് ഉണ്ടല്ലോ, പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഒരുപാട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്. അപ്പം സ്പൈറൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഫസ്റ്റ് that is a result from hydrogen bonding between ഒരു പെപ്റ്റൈഡ്, ഒന്നാമത്തെ പെപ്റ്റൈഡ് ബോണ്ടും നാലാമത്തെ പെപ്റ്റൈഡ് ബോണ്ടും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് നമുക്ക് സ്പൈറൽ സ്ട്രക്ചർ കിട്ടുന്നത്. ആ സ്പൈറൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത്. Then coming to the beta sheet, so beta sheeted structure is another form of secondary structure in which two or more polypeptides. അപ്പം ആൽഫ ഹെലിക്സ് ഉണ്ടാകുന്നത് ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡിലെ ഒന്നാമത്തെ പെപ്റ്റൈഡ് ബോണ്ടും നാലാമത്തെ പെപ്റ്റൈഡ് ബോണ്ടും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് ആൽഫ ഹെലിക്സ് ഉണ്ടാകുന്നത്. അതായത് ഒരൊറ്റ പോളിപെപ്റ്റൈഡ് ഇങ്ങനെ സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ വരുമ്പം അതിൽ ഒന്നാമത്തെ പെപ്റ്റൈഡ് ബോണ്ടും നാലാമത്തെ പെപ്റ്റൈഡ് ബോണ്ടും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് വരും. അതേസമയം ബീറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പോളിപെപ്റ്റൈഡുകളാണ്, ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് അല്ല, ഒന്നിലധികം പോളിപെപ്റ്റൈഡ്സ് ആണ്. So beta sheet is another form of secondary structure in which two or more polypeptides are linked together by hydrogen bond between hydrogen atom of NH of one chain and carbonyl oxygen of the adjacent chain. So these are the primary structure. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആൽഫ ഹെലിക്സ് ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചറും കാണിച്ചിട്ടുണ്ട്. So the hydrogen bonding in alpha helix. In the alpha helix, C carbonyl oxygen of one amino acid residue forms hydrogen bond with the hydrogen of NH of the fourth one. It is the more stable form.
സെക്കൻഡറി സ്ട്രക്ചറിനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് സെക്കൻഡറി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആൽഫ ഹെലിക്സ് കാണിച്ചിട്ടുണ്ട്, ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ആണ് പറയുന്നത്. പാരലൽ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ആർ ഫോംഡ് ഓഫ് 2 or more polypeptide chain running in the same direction. ഒരേ ഡയറക്ഷനിൽ എൻ ടെർമിനൽസ് ആർ ഓൺ സെയിം സൈഡ്, അങ്ങനെ വരുന്ന ഒരു ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ ആൻറ്റി പാരലൽ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് ഉണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫോംഡ് ഓഫ് 1 or more polypeptide chain running in opposite direction. അതായത് ഒരു ടെർമിനലിൽ അമിനോ ഗ്രൂപ്പ് ആയിരിക്കും, സെക്കൻഡ് പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ അതേ സൈഡിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നൈട്രജൻ ടെർമിനൽ ആണെങ്കിൽ ഈ ആരോടെ ഹെഡ് കാണിക്കുന്നത് കാർബണൈൽ ടെർമിനലാണ്, വീണ്ടും നൈട്രജൻ ടെർമിനൽ, വീണ്ടും കാർബണൈൽ ടെർമിനൽ, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് ആൻറ്റി പാരലൽ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. Then tertiary structure, and it is determined by a variety of interaction among R groups and between R groups and between R groups of the that is interactions among R groups and between R groups and a polypeptide backbone. അങ്ങനെയാണ് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഒരു സ്ട്രക്ചർ പഠിച്ചു, അതായത് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞപ്പം അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറിൽ കോമൺ ആയിട്ട് വരുന്നത് ഒരു COOH ഗ്രൂപ്പ് ഉണ്ട്, ഒരു NH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു R ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ R ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡിഫറെൻ്റ് അമിനോ ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ഈ R ഗ്രൂപ്പ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വഴിയായിട്ടാണ് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ടെർഷ്യറി സ്ട്രക്ചർ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 2 R ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വഴിയോ അല്ലെങ്കിൽ R ഗ്രൂപ്പും പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ബാക്ക് ബോണും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വഴിയോ ആണ് എന്ത് ഫോം ചെയ്യുന്നത്, ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. So various interaction വരുന്നത്, the weak interactions include hydrogen bonds among polar side chains, ഇവിടെ കാണിച്ചിട്ടുണ്ട് hydrogen bond, then ionic bond between charged R groups, then hydrophobic interactions, then strong covalent bonds included disulfide linkages, ഇവിടെ disulfide linkage കാണിച്ചിട്ടുണ്ട്, that form between the sulfahydryl group, that is SH group of cysteine monomers വരുന്നതാണ്, that stabilizes the structure. This is the tertiary structure. It is the 3-dimensional structure of a single polypeptide chain giving a protein its characteristic shape, that is globular proteins, spherical in shape, water soluble, fibrous proteins, structural proteins ആണ്. ഇതാണ് tertiary structure കൊടുത്തിരിക്കുന്നത്. Then forces that stabilizes tertiary structure നമ്മൾ കണ്ടു, disulfide bond, hydrophobic interaction, hydrogen bond, ionic interactions and van der Waals interactions. Then quaternary structure. Quaternary structure results from the aggregation of 2 or more polypeptide subunit held together by non-covalent interactions like a hydrogen bond, ionic or hydrophobic interaction. For example, examples of proteins having quaternary structure is collagen. It is a fibrous protein of 3 polypeptides that are supercoiled like a rope. This provides the structural strength for their role in connective tissues. Hemoglobin, that is a globular protein with 4 polypeptide chains. Then insulin, 2 polypeptide chains. So ഇതൊക്കെയാണ് ക്വാട്ടർണറി സ്ട്രക്ചറിൽ വരുന്നത്. അതായത് ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിൻസ്, നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട്, അയണിക് ബോണ്ട്, ഇതൊക്കെ വഴി ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാട്ടർണറി സ്ട്രക്ചർ കിട്ടുന്നത്. Then quaternary structure, according to the number of subunit, the proteins are either dimeric, trimeric, tetameric or oligomeric. So these are the primary, secondary, tertiary and quaternary structure of proteins. Then higher order protein structure under a functional protein is not just a polypeptide chain but one or more polypeptide chain precisely twisted, folded or coiled into a molecule of unique shape. This conformation is essential for some protein functions. അപ്പോൾ ഇതാണ് ഹയർ ഓർഡർ സ്ട്രക്ചർ വരുന്നത്. കോയിൽഡ് സ്ട്രക്ചറോ ഫോൾഡഡ് സ്ട്രക്ചറോ ട്വിസ്റ്റഡ് സ്ട്രക്ചറോ ഒക്കെ വരുന്നതാണ് നമ്മുടെ ഹയർ ഓർഡർ പ്രോട്ടീൻ സ്ട്രക്ചർ.
Then determination of structure of proteins. ഇപ്പോൾ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻഫ്രാറെഡ് സ്പെക്ട്രം വഴിയാണ്, IR സ്പെക്ട്രോസ്കോപ്പി. സോ IR സ്പെക്ട്രോസ്കോപ്പിയിൽ 3100 മുതൽ 3300 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെ ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈഡ്രജൻ ബോണ്ടിങ് NH സ്ട്രെച്ച്, ആൻഡ് ദ ബാൻഡ് അറ്റ് 1550 to 1650 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഡ്യൂ ടു CO സ്ട്രെച്ച്. ദെൻ UV സ്പെക്ട്രത്തിൽ 180 മുതൽ 220 നാനോമീറ്റർ വരെ ഒരു പീക്ക് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു പെപ്റ്റൈഡ് ബോണ്ട് അബ്സോർപ്ഷൻ. Then amino acid analysis ആണ്. amino acid proteins are hydrolyzed into amino acid using different methods, that is amino acid composition is analyzed using chromatography, automated amino acid analyzer and NMR spectroscopy. Then terminal analysis, that is N-terminal residue analysis. This is important, that is a Sanger's method. Here the reagent is fluoro 2,4-dinitrobenzene is the Sanger's reagent. So here NO2 groups activate fluorine and it readily undergoes nucleophilic substitution reaction with the N-terminal residues of amino acid, which on hydrolysis will give free dinitrophenyl amino acid. So this is the Sanger's method for N-terminal residue analysis. സോ ഇവിടെ Sanger's മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. Then Edman degradation. In this, the amino group of N-terminal residue reacts in the presence of dilute alkali with phenyl isocyanate. ഇവിടെ എഡ്മാൻ ഡിഗ്രഡേഷൻ N-terminal അനാലിസിസ് ആണ്. അമിനോ ഗ്രൂപ്പ്, അതായത് N-terminal എൻഡിലുള്ള അമിനോ ഗ്രൂപ്പ് ആൽക്കലിയുമായിട്ട് റിയാക്ട്സ്, N-terminal റെസിഡ്യൂ റിയാക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ആൽക്കലി വിത്ത് ഫിനൈൽ ഐസോതയോസയനേറ്റ്. അപ്പോൾ N-terminal എൻഡിലുള്ള അമിനോ ഗ്രൂപ്പ് ഫിനൈൽ ഐസോതയോസയനേറ്റുമായിട്ട് ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുവാണ്. അതാണ് ദറ്റ് ഈസ് എഡ്മാൻ ഡിഗ്രഡേഷൻ. സോ എഡ്മാൻ ഡിഗ്രഡേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ പോളിപെപ്റ്റൈഡ് ചെയിൻ ഹയർ ആൽക്കലി കണ്ടൻറ്റ് വരുമ്പോഴത്തേനും ഫിനൈൽ ഐസോതയോസയനേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫിനൈൽ തയോകാർബമൈൽ ഡെറിവേറ്റീവ് ഉണ്ടാകുന്നു. ദെൻ നമ്മൾ pH ലോ ചെയ്തു. ദെൻ ഫിനൈൽ അത് അനിലിനോ തയസോളൈൻ ഡെറിവേറ്റീവ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂ ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് വീണ്ടും pH ലോവർ ചെയ്യുമ്പോഴത്തേനും ഫിനൈൽ ഹൈഡൻറ്റോയിൻ ഡെറിവേറ്റീവ് ഓഫ് അമിനോ ആസിഡ് ഉണ്ടാകുന്നു. ദെൻ അമിനോ ടെർമിനലിനെ നമ്മൾ അങ്ങനെയാണ് എഡ്മാൻ പ്രോസസ്സ് വഴി ഡിഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പോളിപെപ്റ്റൈഡ് ചെയിനെ ഷോർട്ടൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് C-terminal അനാലിസിസ്. ഹിയർ യൂസിങ് നമ്മൾ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തിട്ടാണ് C-terminal അനാലിസിസ് നടത്തുന്നത്. സോ ദിസ് എൻസൈം വിച്ച് ഈസ് സ്പെസിഫിക് ഫോർ ക്ലീവിങ് പോളിപെപ്റ്റൈഡ് ലിങ്കേജ് നിയർ ടു ഫ്രീ ആൽഫ കാർബോക്സിലിക് ഗ്രൂപ്പ്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ C-terminal അനാലിസിസ് നടത്തുന്നത്. അതായത് C-terminal എൻഡിന് തൊട്ടടുത്തുള്ള പെപ്റ്റൈഡ് ലിങ്കേജിനെ ക്ലീവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ്. അത് വെച്ചിട്ടാണ് നമ്മൾ C-terminal അനാലിസിസ് നടത്തുന്നത്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് C-terminal അമിനോ ആസിഡ് ഈസ് പോസിബിൾ വയ ഹൈഡ്രോസിനോളിസിസ് പ്രൊസീജിയർ. സോ ദിസ് ഈസ് ദ ഹൈഡ്രോസിനോളിസിസ് പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ നമ്മൾ പോളിപെപ്റ്റൈഡ് നമ്മൾ ഹൈഡ്രോസീനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഡിഗ്രഡേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ദ C-terminal അമിനോ ആസിഡ് കുഡ് ബി ദെൻ സെപ്പറേറ്റഡ് ഫ്രം ദ അമിനോ ആസിഡ് ഹൈഡ്രോസൈഡ്സ് ബൈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ. അത് അവിടെ ക്ലീവേജ് നടന്നിട്ട് C-terminal അമിനോ ആസിഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. Then denaturation of protein. Here the protein thermal irreversible denaturation. Denaturation നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും പ്രോട്ടീന് ഡീനേച്ചറൈസേഷൻ സംഭവിക്കുന്നു. ദറ്റ് ഈസ് ഡ്യൂ ടു ക്രോസ് ലിങ്കിങ് ഓഫ് SS linkage. The term denaturation denotes a reversible or irreversible change of the native conformation without cleavage of the covalent bond.
സോ ഇവിടെ ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ടെർഷറി സ്ട്രക്ചറിൻ്റെ കൺഫോർമേഷൻ ഉണ്ടാകുന്ന റിവേഴ്സിബിൾ ഓർ റിവേഴ്സിബിൾ ചേഞ്ചിനെയാണ് നമ്മൾ ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ ഈസ് നോട്ട് ചേഞ്ച്ഡ് ബിക്കോസ് ഓഫ് ദ പെപ്റ്റൈഡ് ബോൺസ് ആർ നോട്ട് അഫക്റ്റഡ്. ടെർഷറി സ്ട്രക്ചറിനാണ് മാറ്റം വരുന്നത്. ഡീനേച്ചറിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് ഹീറ്റ്, ചേഞ്ച് ഇൻ pH, അൾട്രാ വയലറ്റ് റേസ്, എക്സ്റേസ്, ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ, ഹെവി മെറ്റൽ കണ്ടൻറ്റ്, ഇതെല്ലാം തന്നെ ഡീനേച്ചറേഷന് കാരണമാകുന്നു. സോ ഡീനേച്ചറേഷൻ ഈസ് പോസിബിൾ വിത്ത് എനി ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ക്ലീവ്സ് ദ ഹൈഡ്രജൻ ബ്രിഡ്ജസ് അയണിക് ഓർ ഹൈഡ്രോഫോബിക് ബോൺസ് ആൻഡ് ദിസ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ, അഡ്ജസ്റ്റിംഗ് ദ pH, increasing the interface area, adding organic solvents, salts, urea or detergents such as sodium dodecyl sulfase. And it is the reversible, generally it is the reversible when the peptide chain is stabilized in its unfolded state by denaturing agent. And then irreversible denaturation occurs when the unfolded peptide chain is stabilized by interaction with the other chains. സോ ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ ടെർഷറി സ്ട്രക്ചറിനുള്ള കൺഫോർമേഷനുള്ള ചേഞ്ചാണ് വരുന്നത്. ഇത് റിവേഴ്സിബിൾ ഉണ്ട്, ഇറിവേഴ്സിബിൾ ഉണ്ട്. ദെൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീനേച്ചറേഷൻ ഡിസ്ട്രോയ്സ് ദ നേറ്റീവ് കൺഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ കൺഫോർമേഷൻ അത് അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഡിസ്ട്രോയ്സ് ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്ട്രോയ്സ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് പ്രോട്ടീൻ. ദർ ഇസ് ലൂസ് ഓഫ് ഹോർമോണൽ, എൻസൈമാറ്റിക് ആൻഡ് ആൻറ്റിബോഡി ആക്ടിവിറ്റി. ദെൻ ആപ്ലിക്കേഷൻസ് വരുന്നത് boiling of egg, cooking of meat, then swabbing skin with alcohol, then HCl of our stomach that denatures protein and making it easily digestible by enzymes. So eating cooked egg, meat and liver is more useful to human than eating them raw. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോട്ടീൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്.